ഫ്രണ്ട്സേ ധന്യാണേ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ഇന്നലെ അല്ല, കുറച്ച് ദിവസമായി ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ അവരെ പൊട്ടുവെക്കുകയും, ക്രിസ്ത്യൻസ് ആണെച്ചാൽ അവര് കൊന്തയിട്ട് വരികയും, അതുപോലെ മുസ്ലിം കുട്ടികളാണെങ്കിൽ മക്കനിട്ടിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് ഇപ്പോ മതം പറഞ്ഞിട്ടും ഹിജാബ് ഇട്ടിട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടും മുൻകൈ എടുത്ത് നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഭയങ്കര സങ്കടം തോന്നണം. കാരണം ഒരു ഹിജാബ്, വെറും 2-2.5 മീറ്റർ നീളമുള്ള ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊച്ചി പള്ളുരുത്തി സെന്റ് മേരീസ് റിത്താസ് പബ്ലിക് സ്കൂള്, ആ സ്കൂളില് പിന്നെ ഒരു മുസ്ലിം വിദ്യാർത്ഥി ഹിജാബ് ധരിച്ച് പഠിക്കാൻ പോവുകയായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരികയായിരുന്നു. ആ ഒരു സമയത്ത് അവിടുത്തെ അധ്യാപിക പറയുകയാണ്, നാളെ മുതൽ നീ ഹിജാബ് ഇട്ടിട്ട് വരരുത് എന്ന്. അപ്പോ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ വേർതിരിക്കുന്നത്? നിങ്ങൾ പിന്നെ കർത്താവിന്റെ മണവാട്ടിയാണല്ലേ, അപ്പൊ നിങ്ങളുടെ വേഷവിധാനം എന്താ? ഫുൾ കവറായിട്ട് നിങ്ങൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, പിന്നെ തല മറച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെയിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എന്താണ്, തലമറയ്ക്കാതെ പ്രാർത്ഥിച്ചാൽ, തലമറയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു വിഷയമുണ്ട്, തലമുടി മുറിക്കണമെന്നോ ഒട്ടയടിച്ച പോലെയാണെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോ ഓരോരുത്തർക്കും അവരവരുടേതായ മതവിധികളുണ്ട്. അപ്പോൾ ഇതിപ്പോ മതം കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവര് പൊയ്ക്കോട്ടെ, അവരങ്ങനെ നന്നായി പഠിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണെങ്കിൽ ഇത്രയും വിഷയമാവില്ല. കാരണം ഇങ്ങനെ ഓരോ മതത്തിനും അവരവരുടേതായ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ എടുത്ത് വിവാദമാകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ ഇവിടെ വേറെ ഒരു വിഷയവുമില്ല. തമ്മിൽ തല്ലിക്കാനായിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ ഹിജാബുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുസ്ലിം വിരോധികൾക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്തുകൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ പറയും, അതിനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മണവാട്ടികൾ വരും, അങ്ങനെ പ്രശ്നങ്ങൾ ഗുരുതരമാവും. എന്തായാലും ആ കുട്ടിന്റെ വിഷയത്തിൽ പഠിക്കാൻ വന്നോളാൻ അവർ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളും അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ അവർ പേടിച്ചിട്ടായിരിക്കും, എന്താ വെച്ചാൽ ഒരു വർഷം ആ കുട്ടിന്റെ വിദ്യാഭ്യാസം പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ കോംപ്രമൈസിൽ നിന്നിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഭയങ്കര ഷെയിമാല്ലേ. എങ്ങനെയല്ലേ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഒരു മതത്തിനെ മാത്രം മാറ്റി നിർത്തപ്പെടുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ഓരോരുത്തർക്കും ഇപ്പൊ അവിടെ വരുന്ന കുട്ടികൾക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കട്ടെ, പൊട്ട് തൊടണ്ട, പൗഡർ ഇടണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു കുട്ടികൾ വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വരട്ടെ, അതല്ലേ ശരി.